ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തുന്ന ഋഷഭ എന്ന ചിത്രം അതിൻ്റെ ഒഫീഷ്യൽ ടീസർ വരുമെന്ന് കാത്തിരുന്നു. അത് കാത്തിരുന്നു ഒരു മണിക്കൂറിന് മുമ്പിൽ വന്നിരിക്കുകയാണ്. ഒരു മണിക്കൂറിന് മുമ്പ് എത്തിയ ആ ഒരു ടീസർ ഞെട്ടിക്കുക തന്നെയാണ്. പലരും ട്രോളാൻ വേണ്ടി കണ്ടതാണെങ്കിൽ അവരുടെയൊക്കെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു ടീസർ നൽകുന്നത്. അതെ, അത്രത്തോളം മികച്ച ക്വാളിറ്റിയാണ്. നമ്മൾ വലിയ പ്രതീക്ഷയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു ടീസറിലേക്ക് പോയത്. തെലുങ്ക് സിനിമയാണ്. അതിനകത്തിൽ മോഹൻലാൽ നായകനാകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിനകത്തിൽ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാണ്. അല്ലാതെ ചുമ്മാതെ പോയി ഒരു തെലുങ്ക് സിനിമയിൽ അഭിനയിക്കേണ്ട കാര്യം മോഹൻലാലിനില്ല. അപ്പോൾ നായകനായി മോഹൻലാൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അത് ക്വാളിറ്റി അല്ലെങ്കിൽ അതിനകത്ത് കണ്ടന്റ് നല്ലതായിരിക്കും എന്നുള്ളത്. എന്താണേലും ഇതിൻ്റെ ടീസർ നൽകുന്ന ആ ഒരു കരുത്ത് അത് വേറിട്ട് തന്നെ നിൽക്കുന്നു എന്ന് തന്നെ പറയാം. അതായത് വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു ടീസർ നൽകുന്നത്. അമ്മാതിരി മേക്കിങ്ങും ക്വാളിറ്റി വിഷ്വൽ ക്വാളിറ്റിയുമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു വേറെ ലോകത്തിലേക്ക്, ഒരുപക്ഷെ നമ്മൾ ബാഹുബലി പോലെയുള്ള സിനിമകൾ കണ്ടപ്പോൾ കിട്ടിയ ആ ഒരു ഫീല് ഫസ്റ്റ് ഇംപ്രഷനിലൂടെ നമുക്ക് കിട്ടുകയാണ്. വലിയ പ്രതീക്ഷകളൊന്നും ഒരുപാട് പേര് വെക്കണമെന്നും പറയുന്നില്ല, കാരണം ഇത് സിനിമയാണ് എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഇത് വെറുതെ ഉള്ള സിനിമയല്ല. ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആരും അമിത പ്രതീക്ഷയൊന്നും വെക്കണ്ട. പക്ഷേ ഇത് വലിയ ഒരു തരംഗമാകുന്ന സിനിമയാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കൊലകൊല്ലി വിഷ്വലും മോഹൻലാലും ഒരുമിച്ച് ചേരുമ്പോൾ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന റസൂൽ പൂക്കുറ്റിയാണ്. അപ്പം അതിൻ്റെ മാറ്റ് വേറെ ഒന്നുകൂടി തന്നെയായിരിക്കും. എന്താണെങ്കിലും തുടർച്ചയായിട്ട് തുടരവും അതിനുശേഷം ഹൃദയപൂർവ്വവും ഇനിയും തെലുങ്കിൽ പോയി ഋഷഭയുമൊക്കെ എത്തുമ്പോൾ അത് അടുത്ത വിജയമാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്താണേലും ഈ ഒരു ട്രെയിലർ അടിപൊളി എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം അമ്മാതിരി ഒരു വിഷ്വൽ എഫക്റ്റ് തന്നെയാണ്. കണ്ടന്റ് കൂടെ ഗംഭീരമായി കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് ഒരു വമ്പൻ സംഭവമായി മാറുമെന്നുള്ള. ഒരേ സമയം മലയാളത്തിലും തെലുങ്കിലും ഈ സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് വരുന്നത്. വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന ചിത്രമാണ്. അപ്പോൾ വമ്പൻ കളക്ഷൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇത് വരാൻ പോകുന്നത്. ഒരു പക്ഷേ ആരെങ്കിലും കാണുമോ എന്ന് ചോദിച്ചവർക്ക് ആദ്യ ദിനം ടിക്കറ്റ് കിട്ടാനില്ലാത്തൊരവസ്ഥയിലേക്ക് എത്താനുള്ള ഏറെ ചാൻസുകളും കാണുന്നു. അതെ, ഇനി ഇത് കാത്തിരിക്കാൻ വയ്യ എന്നുള്ള ലെവലിലാണ്. 1 മിനിറ്റും 43 സെക്കൻഡുമാണ് ഒഫീഷ്യൽ ടീസർ വന്നതെങ്കിൽ അത് നല്ല ലെവലിലുള്ള ഒരു ടീസർ തന്നെയാണ്. അതായത് പഴമയും പുതുമയും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു, അതായത് അതിൻ്റെ അതിൽ കണ്ടൻറ്റിനതിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷ്വലിൽ പോലും അല്ലെങ്കിൽ പോസ്റ്ററിൽ പോലും പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പം 2 പേർ അവർ കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്നു, അത് ഈ ജന്മത്തിൽ വരുമ്പോൾ അച്ഛനും മകനുമായി ജനിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തിൽ കണ്ടൻറ്റിനതിൽ പറയുന്നത്. അപ്പോൾ അതൊരു വെറൈറ്റി സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.